സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഒരു മിഡ് റേഞ്ച് ആയുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് സാംസങ് ഗാലക്സി A34 5G എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ്, ഏകദേശമുള്ള പ്രൈസും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മൾ സാംസങ് ഗാലക്സി S23 അതേ ഒരു പ്രീമിയം രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് ഈ ഒരു A34 എന്ന് പറയുന്ന മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമ്മുടെ സൈഡിലുള്ള ഫ്രെയിമും പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു പാക്കേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ വോളിയം ബട്ടണും അതുപോലെ പവർ ബട്ടണും വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതായത് നമ്മുടെ S23 അതേ ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോഡിയിൽ IP67 റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ എല്ലാ സ്മാർട്ട് ഫോണിലും കൊണ്ടുവരുന്നത്. ചിലതിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് മോഡൽസ് തമ്മിൽ. എന്തായാലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളും ഇത് ഈ ഒരു മോഡലിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് MediaTekന്റെ Dimensity 1080 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. LPDDR5 റാം വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. 6GB റാമാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള റാം വേരിയൻറ്റ് വരുന്നത്. പിന്നെ 128GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB റാമാണ് ഹൈ ലെവലായിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു 6GB വേരിയൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവർ വേറൊരു വേരിയൻറ്റും കൂടെ, അതായത് വേറൊരു റാം വേരിയൻറ്റും കൂടെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 8GB റാം തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് Wi-Fi 6 ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു മിഡ് റേഞ്ച് ആയുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ഓക്കെയാണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു ഹൈ ലെവലായുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ലെവലായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ചിപ്സെറ്റിലുണ്ട്. അപ്പോൾ അത് സാംസങ് ഇതിൽ യൂസ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഈ ഒരു ചിപ്സെറ്റിൽ നമുക്ക് 4K and 30 FPS വരെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് HDR വീഡിയോ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം സാംസങ് എത്രമാത്രം ഈ ഒരു ചിപ്സെറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അറിയാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. നമ്മുടെ OIS സപ്പോർട്ട് ആവുന്ന 48 MP ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് പറയുന്നത് 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. പിന്നെ 5 MB ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് 2 MB മാക്രോ മാറ്റി 5 MB മാക്രോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചിപ്സെറ്റിൽ 4K ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോഡലിൽ ചിലപ്പോൾ ഒരു 4K and 30 FPS വരെ കൊണ്ടുവരുമായിരിക്കും. അല്ലാത്ത ഒരു ഡീഫോൾട്ടായുള്ള രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് 1080p and 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് സെൽഫി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 13 MP ഒരു ക്യാമറയാണ് വരുന്നത്. അതായത് 13 MP ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് നമുക്ക് 1080p and 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നതെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് 25 watt ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഈ 25 watt ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട്. ചിലപ്പം 67 watt ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 27,000 രൂപ അല്ലെങ്കിൽ ഒരു 28,000 രൂപ അടുത്ത് ബഡ്ജറ്റ് വരും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ചിലപ്പം 25,000 രൂപ ആ ഒരു ബഡ്ജറ്റിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അതായത് 6GB റാം വേരിയൻ്റൊക്കെ. അപ്പം ഈ ഒരു രീതിയിലാണ് ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ആ ചിപ്സെറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ പെർഫോമൻസ് ഒക്കെ ആ ചിപ്സെറ്റ് ഓക്കെയാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈ ലെവലായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ക്യാമറ പാറ്റേണാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചിപ്സിൽ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാംസങ് ആ ഒരു ഓപ്ഷൻ ഇതിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.